നമസ്കാരം. ഇന്നത്തെ ടോപ്പിക്ക് തികച്ചും വ്യത്യസ്തമായതാണ്. അതായത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ടോപ്പിക്കാണിത്. അതായത് നമ്മൾ ദിവസവും കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ, ചില കോമ്പിനേഷൻസ് നമ്മുടെ ശരീരത്തിന് ഒത്തിരി കേടുപാടുകൾ ഉണ്ടാക്കാം എന്ന് ഉള്ള ഒരു തിരിച്ചറിവാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് ആധാരം. അതായത് നമ്മൾ മുട്ട എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മളൊരു ഫുൾ മീലാണ് മുട്ട, അല്ലേ? ഒരു മുട്ടയിലാണെങ്കിൽ നിങ്ങൾക്കറിയാം ഏകദേശം 80 കലോറി ഉണ്ട്. അതിനകത്ത് 6 ഗ്രാം പ്രോട്ടീൻ ടോട്ടലായിട്ട് നമുക്ക് കിട്ടും. അതോടൊപ്പം അതിനകത്ത് വളരെയധികം വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, വളരെ റെയർ കോളിൻ, അതുപോലെ ബയോട്ടിൻ, പിന്നെ എന്താ പറയുക, ഏറ്റവും പ്രധാനമായിട്ട് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്, അതായത് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് ഏറെ അത്യാവശ്യമായ ഒരു കാര്യമാണെന്ന് നിങ്ങളെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഉള്ള ഒരു ഫുൾ മീലാണ് മുട്ട. ഈ മുട്ടയുടെ മുഴുവൻ പോഷകങ്ങളും നമ്മുടെ ശരീരത്തിൽ ലഭിക്കണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഇനി പറയുന്ന കോമ്പിനേഷൻസ് ഒഴിവാക്കുന്നതായിരിക്കും നല്ല. ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് കുറയ്ക്കുന്നത്, കഴിക്കാം, പക്ഷെ ഒന്ന് കുറച്ച് കഴിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് പഠിച്ചപ്പോഴത്തേക്ക് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്, ബ്രെഡും മുട്ടയും. എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ? വളരെ നല്ല രുചികരമായ ഒരു കോമ്പിനേഷനാണ്, അല്ലേ? ബ്രെഡും മുട്ടയും. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ബ്രെഡിനകത്ത് എന്താ പറയുക, ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഫുഡാണത്. പിന്നെ അതിൻ്റെ ഡൈജഷൻ ടൈം ഡിഫറെൻ്റ് ആണ്. ബ്രെഡ് ഒരു മണിക്കൂറിന് താഴെയാണ് അതിൻ്റെ ഡൈജഷൻ ടൈം. അതേസമയം മുട്ടയുടേത് 2 മണിക്കൂറിന് മുകളിലാണ് ഡൈജഷൻ ടൈം. അതോടൊപ്പം തന്നെ ബ്രെഡിനകത്ത് അടങ്ങിയിരിക്കുന്ന ഗ്ലൂട്ടൻ, അമ്ലോപെക്റ്റിൻ, ഗ്ലിയാഡിൻ എന്നീ നമ്മളെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിക്ക് തന്നെ തകരാറ് വരുത്തുന്ന ചില പ്രോട്ടീൻ ലൈക്ക് സബ്സ്റ്റൻസ് മുട്ടയുമായി ചേരുമ്പോൾ അത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും, ഈ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കോമ്പിനേഷൻ ശരിക്കും പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിലാണെങ്കിൽ കൂടിയും, ഇതിപ്പം വലിയ ഹൈ ടെമ്പറേച്ചർ ഒന്നും അല്ല, നമ്മൾ നേരെ മുട്ട ഒരു ടോസ്റ്റ് ഉണ്ടാക്കുന്നു. അപ്പം ബ്രെഡും ഇതും ടോസ്റ്റ് ഉണ്ടാക്കും. അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ വരുമ്പോഴത്തേക്ക് ഈ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു കെമിക്കൽ, അതായത് അക്രിലമൈഡ് ഫോർമേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവാം. പിന്നെ ഈ ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഫുഡ് ആയതുകൊണ്ട് തന്നെയും മുട്ടയുമായിട്ട് ഉള്ള ഒരു കോമ്പിനേഷൻ അത്ര നല്ലതല്ല എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ പിന്നെ ഏതാണ് നല്ല കോമ്പിനേഷൻ എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. അത് ഒരുമിച്ച് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. മുട്ടയായിട്ട് കഴിച്ചിട്ട് ബ്രെഡായിട്ട് കഴിക്കുക, ബ്രെഡിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾ കഴിക്കുക. അതായിരിക്കും മോസ്റ്റ് ഫീസിബിൾ ആയിട്ടുള്ളൊരു കാര്യം. സാലഡ്സ് അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കുക, എന്നിട്ട് മുട്ട കുറച്ച് നേരം കഴിഞ്ഞ് കഴിക്കുക. രണ്ടും കൂടെ ഒരുമിച്ച് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് പറയുന്നത്. അതുപോലെ ഈ ആദ്യത്തേൽ ബ്രെഡ് ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഫുഡാണ്, മറ്റേ മുട്ടയാണെങ്കിലോ ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഫുഡ്. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊരു സംശയം, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ അല്ലേ എന്നാണ് നിങ്ങളുടെ മനസ്സിൽ ഉരുത്തിരിയുന്ന ഒരു സംശയം, അല്ലേ? പക്ഷെ ഡീപ്പ് ഇൻസൈഡ് നോക്കുമ്പോൾ അത് നമുക്ക് നല്ലതായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അടുത്ത ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് വളരെ വിചിത്രമായിട്ട് തോന്നാം, എങ്കിൽ കൂടിയും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ബിരിയാണി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലേ? ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമുള്ള ഏറ്റവും നല്ല ഒരു ഭക്ഷണം തന്നെയാണ്. എനിക്കും ഇഷ്ടമാണ് ബിരിയാണി. ഈ ബിരിയാണിയിൽ നമ്മൾ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അതിനകത്തൊരു മുട്ട എന്തായാലും മുകളിൽ കാണും, അല്ലേ? അതോടൊപ്പം തൈര് ചേർന്നിട്ടുള്ള നല്ലൊരു സാലഡ് ഉണ്ടായിരിക്കും, അല്ലേ? ശരിയല്ലേ? അതോടൊപ്പം തന്നെ ചിക്കനും അതുപോലെ റൈസും, ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് മുട്ടയും തൈരും, ഈ മുട്ടയും പാലും മുട്ടയും തൈരും എന്നുള്ള ഒരു കോമ്പിനേഷൻ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ ഡൈജഷൻ ടൈമിന്റെ കാര്യമാണ് പ്രധാനമായിട്ടുള്ളത്. മുട്ടയ്ക്ക് ഒരു മണിക്കൂർ 2 മണിക്കൂറാണ് ഡൈജഷൻ എങ്കിൽ തൈര്, പാല് ഇവയ്ക്കെല്ലാം മോർ ദാൻ 4 to 6 hours ആണ് ഡൈജഷൻ ടൈം. ഡൈജഷൻ എന്ന് പറഞ്ഞാൽ ദഹിച്ചു പോകാനുള്ള ഒരു സമയം. അപ്പൊ ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ദഹന സമയങ്ങൾ
നമ്മുടെ ശരീരത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുമെന്നാണ്. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഗുഡ് ഫോർ യുവർ ഹെൽത്ത് എന്നുള്ളതാണ്. ഇതിപ്പോ എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്നില്ല, വല്ലപ്പോഴും കഴിക്കുമ്പോൾ അതിനകത്തൊന്നും വലിയ കാര്യമില്ല എങ്കിൽ കൂടിയും നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം ബിരിയാണി നിങ്ങൾ എല്ലാ ദിവസവും കഴിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബിരിയാണി കഴിക്കാം എൻ്റെ അഭിപ്രായത്തില്. വാരി വലിച്ച് ഒത്തിരി സാലഡും ഒത്തിരി മുട്ടയും അല്ലെങ്കിൽ വളരെയധികം ചോറും ഒക്കെ അമിതമായിട്ട് കഴിക്കരുത് എന്നുള്ള ഒരു എളിയ അപേക്ഷയാണ് ഞാൻ ഈ പറയുന്നത്. കഴിക്കാം, നിങ്ങൾക്ക് കഴിക്കാം. ഞാനെന്തോ എനിക്കും ഇഷ്ടമുള്ള സാധനമാണ്, നിങ്ങൾക്കും കഴിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ ബിരിയാണി എന്നുള്ളൊരു കോമ്പിനേഷൻ ഈ ഒരു ഹെൽത്ത് ആസ്പെക്ട് നോക്കുമ്പോഴത്തേക്ക് അത്ര ഒരു നല്ലതല്ല. മാത്രമല്ല ഇപ്പൊ ഒരു ബിരിയാണിയിൽ ശരിക്ക് പറഞ്ഞാൽ എത്ര കലോറിയാണ് ഉള്ളിലേക്ക് പോകുന്നതെന്ന് അറിയുമോ? ഏകദേശം ഒരു 1500-2000 കലോറി ഒരു സാധാരണ ബിരിയാണിക്കകത്ത് ഉണ്ടാവും. വളരെ കൂടുതലല്ലേ? ഒരു മനുഷ്യൻ ഒരു ദിവസം, ഒരു ആവറേജ് മനുഷ്യന് ഒരു ദിവസം ശരീരത്തിന് വേണ്ട കലോറി ഏകദേശം 1500-2000 ആണ്. ആ ഒരു കണക്കിലാണ് ഒരൊറ്റ ബിരിയാണിയിൽ കൂടെ നമ്മൾ അകത്താക്കുന്നത് എന്നുള്ള വാസ്തവം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. കഴിക്കരുതെന്നൊന്നുമില്ല. ഇതൊക്കെ കേൾക്കുന്നവർ ഈ മാഡത്തിന്റെ പ്രോഗ്രാം കണ്ട് നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോയല്ലോ എന്ന് ഇപ്പൊ പലരും ഇരുന്ന് ചിന്തിക്കുന്നുണ്ടാവും എന്നെനിക്കറിയാം. അപ്പൊ നിങ്ങൾ അങ്ങനെയൊന്നും വിഷമിക്കേണ്ട കുട്ടികളെ. ഞാൻ പറയുന്നത് ഒരു ശ്രദ്ധ വേണം എന്ന് മാത്രം. ഒരു ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിന് ഡിഫറെന്റ് ഓപ്ഷൻസ് ഞാൻ പറയുന്നുണ്ടല്ലോ. പിന്നെ അടുത്തത് മുട്ടയും ചായയും അങ്ങനെ കഴിക്കുന്നവരുണ്ട്. ഒരു ഓംലെറ്റും, ഒരു എഗ് ഓംലെറ്റും ചായയും കൂടെ സാധാരണ തട്ടുകടയിലൊക്കെ, ഈ നമ്മുടെ വഴിയോര കടകളിലൊക്കെ, ചെറിയ കടകളിലൊക്കെ ഈ പരിപാടി സ്ഥിരമാണ്. ഓംലെറ്റും ചായയും വയറ് വളരെ ഫില്ലിംഗ് ആയിട്ട് തോന്നാറുണ്ട് അല്ലേ? നമുക്കിത് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് നല്ല ഒരു സുഖവും ഒരു ആരോഗ്യവും ഒക്കെ ഫീൽ ചെയ്യും. പക്ഷെ ഈ ചായയിൽ അടങ്ങിയിരിക്കുന്ന പോളിഫിനോൾസ് ഈ മുട്ടയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു റോങ് കോമ്പിനേഷൻ ആണത്. അതും ഈ ദഹനത്തെ നമുക്ക് വിപരീതമായി ബാധിക്കുകയും ദഹന പ്രക്രിയയെ പിന്നെ തകിടമറിയുകയും ചെയ്യും. അങ്ങനെ വരുമ്പം ശരീരത്തിന് അത് കേടുപാടുകൾ ക്രമേണ സ്ഥിരമായി കഴിക്കുന്നവർക്ക്, വല്ലപ്പോഴും ഒന്ന് കഴിച്ചെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നും വരത്തില്ല. സ്ഥിരമായി കഴിക്കുന്നവർക്ക് അതും ഒരു പ്രശ്നമായി തീരാം. പിന്നെ അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇപ്പോൾ ഞാൻ പറയുന്നതാണ്. മുട്ടയ്ക്കകത്ത് അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനും ഷുഗർ കണ്ടന്റും. ഇപ്പം ചായക്കകത്ത് പഞ്ചസാര ഇട്ട അത് കുഴപ്പം, അല്ലെങ്കിൽ മുട്ടയ്ക്കകത്ത് അടങ്ങിയിരിക്കുന്ന മുട്ടയിലെ പ്രോട്ടീനും ഷുഗർ കണ്ടന്റും ഒക്കെ വരുന്നത് ഏതിലാണ് കൂടുതലായിട്ട് വരുന്നത്? സാധാരണ നമ്മളുടെ കേക്ക്, പേസ്ട്രീസ് അല്ലേ, അതിലൊക്കെ നിറയെ ഇത് വരുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു കോമ്പിനേഷനും വളരെ പ്രശ്നമാണ്. ഞാൻ എപ്പോഴും പറയാം, ഷുഗറും പ്രോട്ടീനും, അതുപോലെ ഷുഗറും ഫാറ്റും, ഇത് രണ്ടും കുഴപ്പം. അതേസമയം പ്രോട്ടീനും ഫാറ്റും ആ കോമ്പിനേഷൻ കുഴപ്പമില്ല. അപ്പം ഷുഗറും പ്രോട്ടീനും കൂടെ വരുന്ന കോമ്പിനേഷൻസ് ആണ് നമ്മളുടെ ഈ കേക്ക്, ബിസ്ക്കറ്റ്, പേസ്ട്രി അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട്. മുട്ടയും അതുപോലെ പഞ്ചസാരയും അല്ലെ, മുട്ടയും പഞ്ചസാരയും സാധാരണ എല്ലാം നമ്മളുടെ ബേക്കറി പ്രോഡക്ട്സിൽ ഒത്തിരി ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് പ്രശ്നമാണ്. അതുപോലെ ഡീപ് ഫ്രൈ ചെയ്തിട്ട് മുട്ട ചേർത്തിട്ടുള്ള ഡീപ് ഫ്രൈ ഐറ്റംസ്, കുറച്ച് മധുരം ചേർത്തിട്ടുള്ള മുട്ടയും മധുരവും കൂടെ ചേർത്തിട്ടുള്ള ഡീപ് ഫ്രൈ ഐറ്റംസും ശരീരത്തിന് അത്ര നല്ലതല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നാറുള്ളത്. ഡീപ് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ ആക്രിലമൈഡ്, ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ആക്രിലമൈഡ് ഫോർമേഷൻ ഈ ഒരു ഡീപ്പർ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായിട്ട് കൂടുതൽ കാഴ്സിനോജനിക് ആയിട്ടുള്ള ആക്രിലമൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ടാവും. ഇത് പെട്ടെന്ന് തന്നെ ശരീരത്തിൽ ഈ ക്യാൻസർ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂട്ടുന്ന ഒരു കെമിക്കലാണ്. അപ്പൊ അതുകൊണ്ട് അതും ഒന്ന് നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അടുത്തത് തൈരും മുട്ടയും. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ബിരിയാണിക്കകത്ത് പറയുന്നത്. അതുപോലെ തൈരും മുട്ടയും പാലും മുട്ടയും എല്ലാം തന്നെയും ഈ ഡൈജഷൻ ടൈം, ദഹനത്തിന്റെ സമയം ഡിഫറൻ്റ് ആണ് രണ്ടെണ്ണത്തിന്റെ. മുട്ടയ്ക്കകത്ത് 2 മണിക്കൂറിന് താഴെയും, അതേസമയം പാലിനും തൈരിനും ഒക്കെ 4 മണിക്കൂറിന് മുകളിലുമാണ്. മാത്രമല്ല ഈ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന ഒരു കാര്യം അറിയാമോ? അതായത് പല ആളുകൾക്കും നമ്മളെ ഈ പാൽ ഉൽപ്പന്നങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ വയറ് കംപ്ലീറ്റ് ആയിട്ട് പ്രോബ്ലമാറ്റിക് ആവും. വയറിന് പെരുക്കം, വെപ്രാളം, ദഹനക്കേട്, അതുപോലെ തന്നെ വയറിളക്കം, IBS പോലെ ഇരിക്കും. ഇത് ലാക്ടോസ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് പാലിനകത്തുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള പാലും മുട്ടയും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യം പറയാനുണ്ടോ?
പിന്നെ ഇരട്ടിയാവും ഈ പ്രശ്നങ്ങൾ. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻസ് നിങ്ങളൊന്ന് കുറയ്ക്കുന്നത്. അങ്ങനെയുള്ളവർ പ്രത്യേകിച്ചും പാലുൽപ്പന്നങ്ങളും മുട്ടയുടെ കൂടെ കഴിക്കരുത്. മുട്ടയ്ക്ക് അവർക്ക് കുഴപ്പം കാണത്തില്ല, പാലിനായിരിക്കും പ്രശ്നം. അപ്പൊ അതും മാറ്റി നിർത്തുന്നത് നല്ലതായിരിക്കും. പിന്നെ ലാസ്റ്റായിട്ട് നമുക്കൊരു അടുത്ത ഒരു കോമ്പിനേഷൻ കൂടെ ഉണ്ട്. മുട്ടയും സോയ പ്രോഡക്ട്സും. സോയ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് സോയാബീനകത്ത് ഇപ്പം നമ്മൾ പലരും ഈ സോയാബീൻ്റെ അകത്ത് നിന്ന് എടുക്കുന്ന സോയ ചങ്ക്സ് ഉണ്ട്. അപ്പോൾ ഒരു നല്ല മുട്ടയും സോയ ചങ്ക്സും കൂടെ ചേർത്തൊരു കറി ഉണ്ടാക്കാം. നമുക്ക് ഭയങ്കര ഇഷ്ടം, നല്ല ടേസ്റ്റ് ആണ് അതിന്. അപ്പോൾ അതിലെന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ, ഈ സോയ സോയ ചങ്ക്സിലൊക്കെ ഫൈറ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ തടസ്സപ്പെടുത്തുന്ന ഒരു ഘടകം സോയാബീനിലുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുട്ടയ്ക്കകത്ത് അടങ്ങിയിരിക്കുന്ന ആവിഡിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ. ഈ ആവിഡിൻ്റെ ഇപ്പൊ മുട്ട മാത്രം കഴിച്ചാലും ഈ പ്രശ്നം ഉണ്ടാവും. മുട്ടയ്ക്കകത്ത് ആവിഡിൻ എന്ന് പറയുന്ന ഈ ഒരു കെമിക്കൽ ബയോട്ടിൻ, മുട്ടയ്ക്കകത്ത് അടങ്ങിയിരിക്കുന്ന ബയോട്ടിൻ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോഷകമാണ്, വിറ്റമിൻ B7. അപ്പൊ ഇതിന്റെ ആഗീകരണത്തെ തടസ്സപ്പെടുത്തുന്നതാണ് ആവിഡിൻ. അപ്പോൾ മുട്ടയും സോയ ചങ്ക്സും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഈ സോയ ചങ്ക്സിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റേറ്റ്സ് എന്ന് പറയുന്നതാണ് അവിടെ പോഷകങ്ങളെ തടസ്സപ്പെടുത്തുന്നതെങ്കിൽ, ആവിഡിൻ ആണെങ്കിൽ ബയോട്ടിനെ തടസ്സപ്പെടുത്തും. അപ്പം 2 തരത്തില് നമുക്ക് ശരീരത്തിലേക്ക് പോഷകങ്ങൾ കയറാതിരിക്കാൻ അത് സഹായിക്കും. കയറാൻ പറ്റത്തില്ല, കാരണം ഈ ആവിഡിനും ഉണ്ട്, അതുപോലെ തന്നെ സോയ ചങ്ക്സിലുള്ള ഫൈറ്റേറ്റ്സും ഉണ്ട്, ഇത് രണ്ടും. അപ്പം സോയ ചങ്ക്സും മുട്ടയും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ വളരെ കുഴപ്പമാണ് എന്നുള്ളത് തീർച്ചയാണ്. അത് നമ്മളൊന്ന് ഒഴിവാക്കുന്നത്. പിന്നെ വല്ലപ്പോഴും ഇത്തിരി സോയ ചങ്ക്സും ഇച്ചിരി മുട്ടയിട്ട് ഒരു കറി ഉണ്ടാക്കാൻ കുഴപ്പമില്ല. സ്ഥിരമായി ഇപ്പൊ വെജിറ്റേറിയൻസ് പലരും മുട്ട മാത്രം കഴിക്കുന്ന എഗിറ്റേറിയൻസ് ഉണ്ട്. ഈ എഗിറ്റേറിയൻസിന് മുട്ട, ഈ സോയ ചങ്ക്സ്, ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ പനീർ മുട്ട, അങ്ങനെ ഒരു കോമ്പിനേഷൻ, അത് എഗിറ്റേറിയൻസിനാണ്. എഗ്ഗ് കഴിക്കുന്നവർ എഗ്ഗ് കഴിക്കും, അതിൻ്റെ കൂടെ വെജിറ്റേറിയൻ ആയിരിക്കും. ബാക്കി മീനോ അല്ലെങ്കിൽ ചിക്കനോ മീൻ പ്രോഡക്ട്സോ അവർ കഴിക്കില്ല, ഇത് മാത്രം കഴിക്കും. അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ വല്ലപ്പോഴും ആക്കുക. വൺസ് ഇൻ എ വൈൽ നോ പ്രോബ്ലം, നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഡോണ്ട് മേക്ക് ഇറ്റ് എ റൂട്ടീൻ പ്രൊസീജിയർ. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു അൺവാണ്ടഡ് കോമ്പിനേഷൻസ് ആണ് ഇപ്പം ഞാൻ പറഞ്ഞതെല്ലാം തന്നെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.